ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വേറെ ഗെയിം തന്നെയല്ല, FC മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. മാത്രമല്ല ഗായ്സ്, അപ്പോൾ എനിക്ക് കുറേ റിവാർഡ്സ് കിട്ടി ഗൈസ്. ഇന്ന് നമ്മുടെ ഈ വേഴ്സ് സെറ്റാക്കിന്ന് എനിക്ക് ഇതേണ്ട ഗൈസ്. ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് എനിക്ക് 6 റിവാർഡ്സ് കിട്ടി ഗൈസ്. ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ഈ ക്ലാമോൾ വന്നിട്ട് ഇവിടുന്ന് കുറേ റിവാർഡ്സ് കിട്ടി ഗൈസ്. അതുപോലെ നമ്മുടെ ഓരോന്നിനും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ വീഡിയോയിൽ. നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, റാഗ്നോർക്ക്. കിടിലം അപ്ഡേറ്റാണ് ഗൈസ്. ഇതിൽ നിന്ന് നമുക്ക് പ്ലേയേഴ്സിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കിടിലം ആനിമേഷൻ കണ്ടോ ഗൈസ്. ഇത്രയും നമുക്ക് കിട്ടാനുണ്ട്. ക്ലാമോൾ കൊടുക്കാം ഗൈസ്. ഇന്ന് നമ്മൾ കണ്ടോ 6 പാക്കുണ്ട് നമുക്ക്. ആദ്യം ഇത്രയും പ്ലേയേഴ്സിനെ കിട്ടി. അത് കഴിഞ്ഞൊരു നല്ല പ്ലെയർ കണ്ടോ. ഇപ്പം എനിക്ക് അതിന് മറ്റേ ഇതിൽ നിന്നും എനിക്ക് 2 പ്ലേയേഴ്സിനെ കിട്ടി ഗൈസ്. അത് 1 2-ൻ്റെ ഇതിൽ നിന്നും കിട്ടും 2 പ്ലേയേഴ്സിനെ. ഇപ്പം നമുക്ക് ഒരെണ്ണം കിട്ടി. ഇനി അടുത്ത ഇപ്പോഴാണ് കണ്ടോ, അടുത്ത 1 2-ൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ 4 പ്ലേയേഴ്സ് ഇപ്പം നമ്മളെ കയ്യിലുണ്ട് കണ്ടോ. നമുക്ക് ഇഷ്ടംപോലെ ട്രെയിൻ ചെയ്യാൻ ആൾക്കാരെ കിട്ടി. എനിക്കിനി അറിഞ്ഞൂടാ, മാനേജർ മോഡ് ഞാൻ കളിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഇതിലുണ്ടോയെന്ന്. ഇതിലില്ലേ മാനേജർ മോഡ് ഇട്ട് കളിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചേ. ഇതിനകത്തൊന്നും ഇല്ലടാ. എന്തു ഇടയ്ക്ക് ഈ ക്ലാമോളെന്ന് വരുന്നത്? ഇല്ല ഗൈസ്, നിങ്ങളും കണ്ടല്ലേ ഇടയ്ക്ക് എന്തോ ക്ലാമോളെന്ന് വന്ന് നടക്കുന്നത്. നമ്മളെ കയറി നോക്കാം. കണ്ടോ പെട്ടെന്ന് എന്തോ വന്നിട്ട് ക്ലാമോളെന്ന് പറഞ്ഞിട്ട് പോയി. എന്താണെന്ന് അറിഞ്ഞൂടാ. മാനേജർ മോഡ് ഇട്ടാൽ നമ്മളല്ല ഗൈസ് കളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. എന്ന് വെച്ചാൽ ഇതുണ്ടോ, നമ്മുടെ ഫോട്ടോ എല്ലാം മാറിയിട്ടുണ്ട്, നമ്മുടെ പിക്ചറൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ ടൂം വന്നിട്ടുണ്ട്. അതുപോലെ ഗൈസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ ഈവൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പുതിയൊരു ക്രോണിക്കിൾ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ അടുത്ത അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐക്കോൺ ക്രോണിക്കിൾസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കളിക്കാൻ വന്ന ഈവൻ്റാണ് സ്ലാത്തൻ ഇബ്രാഹിമോവിച്ച് ക്രോണിക്കിൾസ്. ഇതേ ഗൈസ് അടുത്ത നമ്മുടെ ക്രോണിക്കിൾസ് കണ്ടോ. ഇത് നമുക്ക് സ്ലാത്തനെ കിട്ടുമെന്നാണ് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു ട്രെയിനിങ് കളിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഫുട്ബോൾ സെൻ്ററിൻ്റെ അവിടെ പിന്നെ ഒരു പുതിയ ഇത് വന്നിട്ടുണ്ട് ഗേസ്. അപ്പം ഞാൻ കുറച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 പേരും കൊണ്ട് അല്ല ഗേസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പുതിയതായിട്ട് ആരെങ്കിലും വന്നില്ല. ഇപ്പം 8-ൻ്റെ സ്ട്രൈക്കറാണ്. ഇനി ഒരു 8-ൻ്റെ CV നമുക്ക് വേണം. ഞാനിപ്പോൾ കളയാൻ പോവാണ്. ഞാൻ നോക്കട്ടെ 8-ൻ്റെ ഇനി ഒരു CV വേണോ എന്ന് വേണ്ടായിരുന്നു. ഇപ്പം ഇരിക്കുന്ന CV സച്ചർ ഹ്യൂംലെസ് ആണ്. വേണ്ട ഗൈസ്, നമുക്ക് ആവശ്യമേ ഇല്ല ഗൈസ്. അപ്പം നമുക്കെന്താണ് ഇനി പ്രത്യേകിച്ച് ചെയ്യാൻ? സ്റ്റോറിൽ നിന്ന് ഞാൻ കുറച്ച് പ്ലേയേഴ്സിനെ വാങ്ങിച്ചായിരുന്നു. 300 വാല്യൂ ഉള്ളതായിരുന്നു. അതിന് പക്ഷേ എനിക്ക് കിട്ടിയതൊരു 1-3യുടെ പ്ലെയറിനാണ്. എന്തോ നഷ്ടമാണെന്ന് പറയുന്നത്. അതിന് 3000 ജിംസ് ഞാൻ കളഞ്ഞു. 3000 അല്ല 2000 ജിംസ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും അവന്മാരൊക്കെ എടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. എക്സ്ചേഞ്ച് പോട്ടെ. ഇവന്മാരെ ഇത്രയും പേരെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ സാറിനൂടെ? ഇവന്മാരെല്ലാം 500-നെ കിട്ടത്തുള്ളൂ. ഇത്രയും കിട്ടും ഗൈസ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയറിനെ വാങ്ങിക്കാം. ഞാൻ നോക്കട്ടെ. നമ്മുടെ എക്സ്ട്രാ ടൈമിലാണ് കിടക്കണേ. എക്സ്ട്രാ ടൈമിൽ നിന്ന് അപ്പോൾ നമ്മൾ ഇത് കൊടുത്ത് വാങ്ങിച്ചാൽ നമുക്ക് എക്സ്ട്രാ ടൈമിൽ നിന്ന് 1 2-ൻ്റെ കിട്ടത്തുള്ളൂ ഗൈസ്. കണ്ടോ, ഇതിൻ്റെ 2 കിടപ്പുണ്ട്. ഷോർട്സാണ് ഗൈസ്, എങ്ങനെ അറിഞ്ഞൂടാ. ഇത് അവരെല്ലാം കൊടുത്തിട്ട് വാങ്ങിച്ചാലല്ലേ വേറെ എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ?
ആ ഗേസ് അതുപോലെ വേറെ കാര്യം, നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് ആരെങ്കിലും വിൽക്കാൻ പറ്റുമോ നോക്കണം ഗേസ്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കയറുന്നില്ല. നോക്കാം. അല്ല ഗേസ്, കുഴപ്പമില്ല, ഇവരെ ഒന്നും വിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഇവനെ വിൽക്കാൻ പറ്റും. ഇവനെ വെച്ചിട്ട് നമുക്കൊരു ആശയുണ്ട്. ഇവരെ ഒന്നും വിൽക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, റോബർട്ടോ കാർലോസ് കഴിഞ്ഞ വീഡിയോ കിട്ടിയായിരുന്നു. ഗേസ് എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് 103 ഗേസ്, ഇവനെ നമുക്ക് ഒരു രണ്ട് മാസ്കറാനെ വാങ്ങിക്കാനല്ല, കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇവനെ അപ്ഗ്രേഡ് ചെയ്യാം. എന്നിട്ട് ഇവൻ്റെ OVR 105 ആക്കാം ഗേസ്. എന്നിട്ട് നമുക്ക് ഇവനെ ശരിക്കും ട്രെയിൻ ചെയ്തിട്ട് എടുത്ത് നമ്മുടെ മറ്റേതിലോട്ട് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമുക്ക് മറ്റേ ഷാഡോ നമ്മുടെ എക്സ്ട്രാ ടൈം ബിക്കി എടുക്കേണ്ടതുണ്ടല്ലോ, അവിടെയായിട്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യും. എത്ര എണ്ണം കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞില്ല. അപ്പോൾ ഗേസ് ഞാനന്നേരം ഇതങ്ങ് വാങ്ങിച്ചിടാണ്. ഇവനും കൂടെ ഉണ്ടായിരുന്നു. ഇവനെ എനിക്ക് കാശുണ്ട്. നമ്മൾ ബെക്കാമിനെ വിറ്റ് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് ബെക്കാമിനെ നമ്മളെങ്ങാനും അഥവാ ഫോർമേഷൻ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബെക്കാം വിൽക്കുന്നത് CM ആണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും, എന്തായാലും പറയാൻ പറ്റില്ല. നമുക്കപ്പോൾ ഇന്ന് കളിക്കണ്ടായിരുന്നു. നമുക്ക് ഞാൻ ഫുട്ബോൾ സെൻറ്ററിൽ നിന്ന് മറ്റേത് കളിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് അത് വേണ്ട ഗൈസ്. ഇപ്പോൾ വേഴ്സസ് അറ്റാക്കിൽ അടുത്ത റിവാർഡ് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അടുത്ത റിവാർഡ് നല്ല പ്ലേയേഴ്സിനെ കിട്ടുന്ന Pro 1 ആകുമ്പോഴാണ് ഗൈസ്. അപ്പോൾ നമുക്ക് Pro 1 വരെ ഇനി എത്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ 5 അല്ലേ, നോക്കട്ടെ. ഇല്ല ഗൈസ്, ഇന്നത്തെ വീഡിയോ നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല, മുടിഞ്ഞ പാടാണ്. എന്നിട്ട് ഞാൻ പിന്നിരുന്ന് കളിച്ചിട്ട് ചെയ്യാം. അല്ല ഇത് ക്യാൻസൽ ചെയ്യും. ഞാനിന്ന് കളിക്കാൻ വന്ന ഫുട്ബോൾ സെൻറ്ററിൽ നിന്നാണ് ഗേസ്. ഞാനിത് അറിയാതെ പിടിച്ചത് നോക്കിപ്പോയി. ഞാൻ ഇന്ന് വേഴ്സസ് സെറ്റൊക്കെ കളിക്കാനല്ല ഗേസ് എടുത്തത്. കുഴപ്പമില്ല, ഇനി ഇരുന്നോട്ടെ. നമുക്ക് ചിരിക്കുന്ന ചിഹ്നം ഇടാം. ആദ്യം തന്നെ അവന്മാരുടെ അടുത്ത് കളഞ്ഞു. ഓഫ് സൈഡ്. നമുക്കൊരു ഗോൾ അടിക്കണ്ടേ. ചിരിക്കുന്ന ഫോട്ടോ കേട്ടോ. ഓക്കെ ഇവിടെ നിന്നിട്ടൊരു ലോങ് അങ്ങ് അടിച്ചാലോ. ലാസ്റ്റ് അടിച്ച് ഷീസ്കോ നമ്മളെ സീനാണ്. അടിച്ച് പിന്നെയും കയറ്റി ഗോള്. അവന്മാരൊരു ഗോൾ അടിച്ചോട്ടെ. കറക്റ്റ് നല്ലൊരു ഗോളായിരുന്നു, പക്ഷെ ആയില്ല ഗോള്. അതും ആയില്ല. കറക്റ്റ് അവൻ്റെ കയ്യിലോട്ടാണ് നമ്മളിട്ട് കൊടുത്തത്. അയച്ച് ലോങ് ആയിട്ട് അത് ഗോൾ കയറിയിട്ടുണ്ട്. സോ ക്ലോസ്.
അവന്മാരെ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ടെന്നീസ നമ്മളെ അവന്മാർ 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഇതല്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് എന്താണ് ഇത്, നമുക്ക് ഒരു സന്തോഷ വാർത്ത കാണുമെന്ന്. ഇപ്പം സന്തോഷ വാർത്തയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് ഫുട്ബോൾ സെൻ്ററിൽ നിന്ന് അത് കളിക്കാം ഗൈസ്. ഇനി നമുക്ക് കളിക്കേണ്ട ഇവൻ്റ് വേണം. ആ ഇവൻ്റ് കളിക്കാം ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് നമ്മളെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെന്തായാലും നമ്മുടെ കളി തുടങ്ങുകയാണ്. ഇവന്മാര് സീനാണല്ലോ ഗൈസ്. ഇവന്മാര് ഏകദേശം നമുക്ക് സീനാണ്. പക്ഷേ നിങ്ങൾ ചോദിക്കുക എന്ത് സീന്, നമ്മൾ ഇതിലും വലിയ OVR ഉള്ളവന്മാരെ കണ്ടേക്കുന്നു. ഇതിലും വലിയ പ്രോ പ്ലേയേഴ്സിനെ പൊട്ടിച്ചവനാണ് ഗൈസ് നമ്മൾ തടഞ്ഞു കളഞ്ഞാണ്ട. എന്ത് പിങ്ക് ബാർസലോണയുടെ കൂടെ കളിക്കുന്നത്. ഇടയ്ക്ക് കയറിയിരുന്നു വന്ന് ഗൈസ്. നമുക്ക് മൾഡീനെ കിട്ടിയായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ ഫുള്ള് കിടിലൻ ഡിഫെൻഡിങ് ആയിരുന്നു. ബട്ട് മൾഡീനെ നമുക്ക് കിട്ടിയാനേ ഗൈസ്. അക്വാസസ് ഇൻഫർണോന്ന് കിട്ടിയാണ്. ബട്ട് അക്വാസസ് ഇൻഫർണോ നേരത്തെ പോയി. അതുകൊണ്ട് നമുക്ക് മൾഡീനെ ഇനി കിട്ടിയില്ല, ഇങ്ങോട്ട് കിട്ടത്തുമില്ല. നല്ല മാർക്കറ്റിൽ നിന്ന് നോക്കട്ടെ, ചെറിയ വല്ലതും ഉണ്ടെങ്കിൽ ചെറിയ ലെവലിൻ്റെ. അങ്ങനെയാണ് ഗേസ്. ഞാൻ അവൻ്റെ കൈ കൊണ്ടെടുത്ത് പറഞ്ഞ് നമുക്ക് കോർണർ കിക്ക് കിട്ടും. കോർണർ കിക്കിലാണ് ഗേസ് നമ്മുടെ ഫിനിഷിങ് എപ്പോഴും കോർണർ കിക്ക് വെച്ചിട്ടാണ്, അതും റൈറ്റ് കോർണർ കിക്ക്. ഇത്തിരി പവർ അങ്ങ് കൂടിപ്പോയി ഗേസ്. ഇത്തിരി അല്ല, ഒത്തിരി. പൊക്ക നമുക്ക് പൊക്കി ഇടാനായിരുന്നു ബോള്. ഓടാ ഏടാ, ഒരു കിടില ഷൂട്ട് അടിക്കാൻ വന്നപ്പം പൊക്കിട്ടോ. ആ സമയം കഴിഞ്ഞു. ആകേഴ്സ്മെൻ്റ് ഇവൻ്റെ ലെവൽ ഞാൻ കൂട്ടിയായിരുന്നു. അല്ല ലെവലല്ല, അവനെ ഞാൻ റാങ്ക് അപ്പ് ചെയ്തായിരുന്നു. അത് നമ്മൾ പ്രൊഫഷണലാണ് കളിച്ചത്. മണ 9 ആക്കിയായിരുന്നു. അവനിനി മണ 10 ആക്കാൻ പറ്റിയിരുന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരാളും കൂടെ ഉണ്ടല്ലോ ഞാൻ വിളിക്കാൻ. ഇമാരൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചിട്ട് വാങ്ങിച്ച് വാങ്ങിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മറ്റേ എക്സ്ട്രാ ടൈം വെക്കിൽ ഇതാണ് നമ്മുടെ കണ്ട സ്ലാത്തൻ ഇബ്രാഹിമോവിക്കിൻ്റെ ഇതാണ്, ക്രോണിക്കൽസ് തന്നെയാണ് കാണിക്കുന്നത്. പഴയ ഇവരെ നമുക്കെടുത്തിട്ട് എക്സ്ട്രാ ടൈമിൽ പോയിട്ട് അവിടുന്ന് ഫുട്ബോൾ പ്ലേയേഴ്സിനെ വാങ്ങിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഗെയിംസ്. അത് വേറെ ഒന്നത്തിനും തന്നെയല്ല. ഇതിനെ കഷ്ടപ്പെട്ട് ഞാൻ കളിച്ച് വാങ്ങിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വേണം ഈ 100-ൻ്റെ 101-ൻ്റെ പ്ലേയേഴ്സിനെ കിട്ടിയിട്ട് നമുക്കെന്നെ കാണിക്കാനുണ്ട്. നമ്മുടെ കഴിക്കുന്ന ഫുള്ള് കാണാനാണ് ഇഷ്ടമല്ലേ.
ചെയ്തായിരുന്നു. ഫ്രീ കിക്കാണ്, എടുത്തോളൂ. കളിയും വെച്ച് ഒറ്റയടിക്ക് ഗോൾ കയറ്റാണ്. അപ്പോൾ ഇത് കൊള്ളാലോ, ഗോൾ അടിച്ച് കയറ്റാൻ നല്ല. അങ്ങോട്ട് ആർക്ക് പാസ് കൊടുത്താണ്? കിടിലം പാസിങ്ങാണ് ഈസന്മാരെ. ഉടനെ എടുത്തങ്ങ് അടിച്ച് ഷൂട്ട് അടിച്ചോളൂ. ഇതാണ് എൻ്റെ ടീമിൻ്റെ പൊട്ടത്തരമെന്ന് തോന്നണം. ഇവന്മാരും പൊക്കെയാണ് യൂസ് ഇടുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ കിട്ടിക്കോട്ടെ, പിന്നെ ചറ പറ അറിയാതായിരിക്കും. എനിക്ക് സംശയമുണ്ടോ? നോക്കിക്കോ. കണ്ടോ? ഇടയ്ക്ക് കയറി കണ്ണ് മാറിയിരിക്കടായി. ചേടാ ബോള് കാടാ ഇങ്ങോട്ട്. മരെ കൊണ്ട് വല്ല കഷ്ടമല്ലോ. ഓക്കെ എനിക്കറിയാം ഇവന്മാരെ. ഇവന്മാരൊക്കെ അങ്ങോട്ട് ആർക്ക് പാസ് ഇവന്മാർക്ക് സ്ലൈഡ് ചെയ്ത് വീണ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എണ്ണീക്കാനുള്ള കഴിവില്ല. നമ്മൾ പക്ഷേ എതിര് വരുന്ന ടീമിനൊക്കെ ആ കഴിവുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇല്ലെന്ന് പറയണില്ല ഗൈസ്. ഓക്കെ കറക്റ്റ് പാസിങ് ആയിരുന്നു. പ്ലീസ് അടിച്ചോ. ഗോൾ കീപ്പർ മലന്നടിച്ച് വീണോണ്ടാ. അവന്മാർ തന്നെ ടീമിനേക്ക് അണ്ട് ഗോൾ കീപ്പറിനെ തട്ടി കിട്ടി, കൈ കൊണ്ട് തട്ടിയിട്ട് വീണത്. അതുകൊണ്ടാണ് അത് കയറിയത്. നമ്മളെ കൈ കൊണ്ടൊന്നും ആ പൊട്ടന്മാർ അവന്മാർ തന്നെ ടീമിനെ അറ്റാക്ക് ചെയ്തിട്ട് എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്രാവശ്യം ഞാൻ പുറകിലോട്ട് എടുക്കണോ? എടുത്തില്ല. അങ്ങോട്ടൊന്ന് വെട്ടിച്ചിട്ടെടുത്തായിരുന്നെങ്കിൽ ബോള് കയറിയെന്ന് എനിക്കറിയാമില്ല. ഞാൻ നോക്കി നമ്മുടെ അറ്റാക്കിങ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ. ഇവിടെ നമുക്ക് അതിനടുത്ത് ഗോൾ കീപ്പർ വെക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മളിന്ന് ഈ 2 മാച്ച് കളിച്ചു. കംപ്ലീറ്റ് ടാസ്ക്. അർജൻറ്റീനയിൽ നിന്ന് സ്ട്രൈക്കർ കളിക്കുന്നത്, ഞാൻ അർജൻറ്റീനയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ എന്തോ സ്റ്റാർ പാസ് വരുന്നുണ്ട്. റിവാർഡ് ഞാൻ ക്ലെയിം ചെയ്തായിരുന്നു. പിന്നെ എടുക്കാൻ നമ്മൾ പറഞ്ഞില്ലേ എക്സ്ട്രാ ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷ വാർത്ത ഇതിൽ കിട്ടുന്ന ഞാൻ പറയാം. 102-ൻ്റെ കൂടി പോയിട്ട് വരുമ്പോൾ ഒരു 103-ൻ്റെ പ്ലെയറിനാണ്, പൊട്ട പ്ലേയേഴ്സിനാണ് കിട്ടുന്നത്. എൻ്റെ വാക്കാണ്, ഞാനാണ് പറയുന്നത്. ഞാൻ കളയുവാണ്, ചുമ്മാ വെറുതെ കളയുവാണ്. നല്ലൊരു സന്തോഷ വാർത്ത വേണ്ട, അതിന് വേണ്ടി വെക്കണം. കണ്ടോ അവിടെ ഞാനൊരു 103 വിചാരിച്ചായിരുന്നടാ. ഇതെല്ലാം കണ്ട കിട്ടി. ഇവനെ എടുക്കാം, വാടാ മതി.
ഇതിനി ഞാൻ രണ്ടിൻ്റെ ഒന്നും എടുക്കുന്നില്ല ഗൈസ്. നമുക്കപ്പം അടുത്ത നമ്മുടെ ലക്ഷ്യം ഇതാണ് കേട്ടോ, ഈ 500-ൻ്റെ ആണ്. അപ്പോൾ നമ്മളെന്തായാലും അവനെയും എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവനെ ക്ലൈം ചെയ്യണ്ടേ. നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരെടുത്തിട്ട് എക്സ്ചേഞ്ച് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ആ പ്ലേയേഴ്സിന് എക്സ്ചേഞ്ച് ചെയ്യുന്ന കിട്ടുന്ന പൈസ എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ട് അടുത്തുള്ളവരും കിട്ടും. എന്നിട്ട് അങ്ങനെ നമ്മൾ പിന്നെ എടുത്ത് വെക്കും. ദാറ്റ് ഈസ് അവർ ഐഡിയ ഒക്കെ. പിന്നെ എക്സ്ചേഞ്ചിൽ വിൽസൺ എന്ന് പറഞ്ഞവന് 500 കിട്ടത്തുള്ളൂ. അങ്ങനെ വിറ്റിന് 700 കിട്ടും. 700 കിട്ടിക്കഴിഞ്ഞാൽ 1000 ആവുമായിരിക്കില്ലേ? ആവും. 1000 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം 500 ആണ്. അപ്പോൾ നമ്മൾ ഇവരെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ബട്ട് ഞാൻ ഇവരെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഞാൻ കൊടുക്കത്തില്ല. ഇതായിട്ട് വല്ലതും എക്സ്ചേഞ്ച് ചെയ്യാനും അറിയില്ല. പിന്നെ പൈസ ഒക്കെ ആണെങ്കിൽ ഇവരൊക്കെ വിൽക്കാം. എത്ര രൂപ കിട്ടും ഗൈസ്? ഞാൻ ഇവരൊന്നും വിൽക്കുന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കുവാണ് എത്ര കിട്ടും. 2 കേസ് നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ കൊടുക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫുൾ ലെവലിൽ വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചാണ് ഗൈസ്. അപ്പം ഞാൻ ആരേക്ക് പറ്റത്തില്ല, കാരണം ബില്യണൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എന്താ ഗൈസ് നമ്മുടെ റൊണാൾഡോയെ മറക്കാണ്. എന്നിട്ട് ആ പൈസക്ക് വേറെ ആരെങ്കിലും വാങ്ങിക്കാം ഗൈസ്. അപ്പം ഇവിടെ ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഇതെന്താണ് കിട്ടുമോ നോക്കണ്ടേ? ഓ കിട്ടുകട വേണ്ട മൾഡീനി. ഓഹോ ഏറ്റവും കുറഞ്ഞതാണ് മൾഡീനി. 21 97 എത്രയാണ്? 100-ൻ്റെ ക്യാം മൾഡീനി വാങ്ങിച്ചാലോ? ഈ 100 വാങ്ങിച്ചാലോ? അല്ല ഇപ്പം എന്താണ് ക്യാമാണ് വാങ്ങിക്കല്ലേ? വില കുറച്ച് കിട്ടും, കുറച്ച് കിട്ടത്തുള്ളൂ. ഞാനങ്ങനെ 2 പ്ലേയേഴ്സിനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് അതൊന്ന് ക്രിസ്ത്യാനോ, ഒന്ന് മൾഡീനിയാണ്. അപ്പോൾ നമ്മുടെ മയോഡേസിനല്ല എടുക്കുന്നത്. ഇത് അങ്ങോട്ട് പോവാണ്. ഇതെന്താണ് ഇതെന്താടാ എന്താണ് ഈ ഗെയിം എല്ലാം കയറി ബഗ് അടിച്ചിരിക്കുന്നത്? പറഞ്ഞോണ്ട് എന്താന്ന് മയോഡേസ് ഇപ്പോൾ പർച്ചേസോ? പർച്ചേസിങ് ആവുന്നേ ഉള്ളൂ ഗേസ്. അതിന് പിന്നെ സമയം എടുക്കുമോ എന്നോടൊപ്പം ഗേസ്? നമ്മുടെ അടുത്ത വീഡിയോയുടെ ലാസ്റ്റിലായിരിക്കും ഈ സന്തോഷ വാർത്ത. നമ്മുടെ മൾഡിനെ ക്ലാമിട്ട് ക്യാം ഞാനപ്പോൾ വെക്കുന്നത് ഇവനെ അങ്ങ് മാറ്റുകയാണ് ഗേസ്. സുഖമായിരിക്കട്ടെ, ഇവനെ മാറ്റുകയാണ്. ലെവല് കുറഞ്ഞാണ് ഗേസ്. 100-ൻ്റെ ആണ് നമ്മുടെ ടീമിൽ. ഇപ്പം 100-ൻ്റെ ആരുമില്ല. പിന്നെ 91-ൻ്റെ റോബർട്ടോ കാർലോസ് ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് ആർക്കാൻ ഞാൻ മൾഡിനെ വാങ്ങിക്കുകയാണ്. 92 ഇരിപ്പുണ്ടല്ലോ, പിന്നെ 100 വാങ്ങിക്കുന്നതിന് എന്താണ് ഗേസ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നൈസായിട്ട് അതിൻ്റെ പേരാണ്. അപ്പോൾ ഗേസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.